അപ്പം നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കുമ്പളങ്ങയുടെ തോട് കൊണ്ട് ഒരു ഉപ്പേരിയാണ്. കുമ്പളങ്ങയുടെ തോട് ഇത്തിരി കട്ടിയിൽ ചെത്തിയെടുത്തിട്ട് അതുകൊണ്ടുള്ളൊരു ഉപ്പേരിയാണ്. അപ്പോൾ നമ്മളതിലേക്കായിട്ട് കുറച്ച് ചുമന്നുള്ളി, കുറച്ച് വേപ്പില, ഒരു 4-5 പച്ചമുളക് ഇത്ര എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കാരണം കുറച്ച് ഉള്ളു കുമ്പളങ്ങയുടെ തൊണ്ട്. അപ്പം നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മൾ ഈ കുമ്പളങ്ങയുടെ തൊണ്ട് ലേശം ഉപ്പും വെള്ളവും ഒഴിച്ച് നമ്മൾ അടുപ്പത്ത് വേവിക്കാൻ വെക്കുകയാണ്. ഇത്തിരി വേവുള്ളത് കൊണ്ട് വേവിച്ചിട്ട് നമുക്ക് കറി റെഡിയാക്കാം. നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സിയിലിട്ട് ഒതുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ലേശം കടുകിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കുറച്ച് നമ്മൾ ഈ ഒതുക്കി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അതിൻ്റെ വെള്ളമയൊക്കെ പോയി നന്നായിട്ട് വാടട്ടെ. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കുമ്പളങ്ങയുടെ തോട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് ഇതിലേക്ക് ഇടുന്ന് വഴറ്റി വരട്ടെ. നന്നായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പം നിങ്ങൾ ഇനി കുമ്പളങ്ങയൊക്കെ വേവിക്കുമ്പോൾ തോട് കളയണ്ട. ആ പുറം ഭാഗം നന്നായിട്ട് ചീകി അതിൻ്റെ അത് കളഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്ത് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മളുടെ കുമ്പളങ്ങാത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത്തിരി പരിപ്പിട്ടും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. കൂടാതെ പരിപ്പിട്ട് നമ്മൾ തേങ്ങ അരച്ച് വയ്ക്കാറുണ്ട്. അപ്പോഴും നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഡിഷിന്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.